നായിക കഥാപാത്രത്തിന് നൽകിയ ഒരു പേരിനെ ചൊല്ലി പ്രദർശനാനുമതി വരെ നിഷേധിക്കപ്പെട്ട ഒരു സിനിമയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമയുടെ പ്രദർശനാനുമതി വിവാദത്തിൽ ഹൈക്കോടതി ഇന്ന് ചിത്രം കാണും എന്നതാണ് നിർണായക ഘട്ടം. രാവിലെ 10 മണിക്ക് പാലാരിവട്ടം ലാൽ മീഡിയയിലാണ് കക്ഷികൾക്കൊപ്പം ജസ്റ്റിസ് എൻ നഗരേഷ് ഈ സിനിമ കാണുക. സിനിമ കണ്ടതിന് ശേഷം ഹർജികൾ അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. സിനിമയുമായി ബന്ധപ്പെട്ട വിവാദം നേരിട്ട് പരിശോധിക്കാനാണ് കോടതിയുടെ തീരുമാനം. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കോടതി നേരിട്ട് ഈ സിനിമ കാണുകയാണ്. അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ അണിയറ പ്രവർത്തകർക്കുണ്ടല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഒരു സിനിമ കാണാൻ ഹൈക്കോടതി ഒരു ബെഞ്ച് തയ്യാറാകുന്നു എന്ന രീതിയിലേക്ക് വരെ ഒരു കാര്യങ്ങൾ എത്തുകയാണ്. ഇത് തീർത്തും അസാധാരണമായ ഒരു നടപടി എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഈ വിവാദം അത്രമേൽ അത് വലുതായിരിക്കുകയാണ്. ഒരു സിനിമയ്ക്ക് നൽകിയ പേരിനെ ചൊല്ലിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും കോടതിയിൽ വലിയ തർക്കങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നത്. തങ്ങളുടെ നിലപാടിൽ സെൻസർ ബോർഡ് ഇതെല്ലാം തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. പല ഘട്ടത്തിലും കോടതി ചോദിച്ചു, ഒരു സിനിമയുടെ പേരിൽ അതിൽ എന്താണ് കാര്യം, ഇത്ര കണ്ട ഈ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കാൻ എന്താണ് കാര്യമെന്ന് പറയുമ്പോൾ അത് മതപരമായ ചില കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും എല്ലാം ചെയ്തു. കോടതി നമുക്കറിയാം പലതവണ കോടതി ചോദിക്കുകയും ചെയ്തു, ഒരു പേരിൽ എന്താണ് ഇത്രമാത്രം പറയാനുള്ളത്, അങ്ങനെ പേര് അങ്ങനെയെങ്കിലും മറ്റാർക്കും നൽകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. ഇതിനു മുൻപും ഈ സമാനമായ രീതിയിൽ ദൈവങ്ങളുടെ പേരുകളും എല്ലാം തന്നെ ആ സിനിമകളിൽ വന്നിട്ടുണ്ട്, അത് ടൈറ്റിലായി വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ കൃത്യമായൊരു നിലപാട് ഇക്കാര്യത്തിൽ സെൻസർ ബോർഡ് ഇതുവരെയും ആ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂയിങ് കമ്മിറ്റിയും ഈ സിനിമ വീണ്ടും കാണുകയും ആ രീതിയിലേക്ക് അവരുടെ നിലപാടിലേക്ക് ഉറച്ചു നിൽക്കുകയും എല്ലാം ചെയ്തു. അനുമതി നൽകാത്ത നിലപാടിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് കോടതി വീണ്ടും ഇത്തരം വാദങ്ങളിലേക്ക് വന്നത്. ഏതായാലും അവരെ കമ്മിറ്റി റിപ്പോർട്ടും ഹാജരാക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്ന് ഏതായാലും വളരെ സുപ്രധാനമായി ഈ ഹൈക്കോടതി ഒരു ഘട്ടത്തിൽ ഇത് സ്നേഹപൂർവ്വം നിരസിച്ചതാണ്. തങ്ങൾ അങ്ങനെ കാണണമെന്ന് അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ടപ്പോൾ ഹൈക്കോടതി അത് നിരസിച്ചതാണ്. പക്ഷേ ഇതിൽ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാതെ തന്നെ ഈ സെൻസർ ബോർഡിൻ്റെയും റിവ്യൂയിങ് കമ്മിറ്റിയുടെയും എല്ലാം തന്നെ തുടർച്ചകൾ ഉണ്ടായപ്പോൾ തന്നെയാണ് ഈ അണിയറ പ്രവർത്തകരുടെ ആവശ്യം മാനിച്ചുകൊണ്ട് എന്നാൽ സിനിമ കണ്ട് ഇതിലെന്താണ് അടങ്ങിയിട്ടുള്ളത്, ഈ കാര്യങ്ങളിൽ എന്ത് പരാമർശങ്ങളാണ് വരുത്തിയിട്ടുള്ളത്, ഇവരുടെ പരാമർശങ്ങൾ ഈ പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത് എന്നത് പരിശോധിക്കാൻ ഹൈക്കോടതി നേരിട്ട് തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ 10 മണിക്കാണ് കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്റ്റുഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചലച്ചിത്രം കാണുന്നത്. രാവിലെ 10 മണിക്ക് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അധ്യക്ഷനായ ജസ്റ്റിസ് നഗരേഷ് അവിടേക്ക് എത്തും. മറ്റ് സിനിമയുടെ സാങ്കേതിക അണിയറ പ്രവർത്തകരും അവിടെ ഉണ്ടാകും. എന്തായാലും അത് വിശദമായി പരിശോധിച്ച ശേഷം ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച ശേഷം ചൊവ്വാഴ്ച വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്തിമമായ ഒരു തീർപ്പുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത് ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഒരു സിനിമ കണ്ട ഒരു തീരുമാനമെടുക്കുക എന്ന രീതിയിലേക്ക് പേരിനെ ചൊല്ലി അത്തരം വിവാദങ്ങളിലേക്ക് നടപടികളിലേക്ക് ഹൈക്കോടതി കടന്നിട്ടില്ല. ഏതായാലും ഇന്ന് അത് ഉണ്ടാകുന്നു. ഹൈക്കോടതി നേരിട്ട് ഇത് പരിശോധിക്കാൻ, സിനിമ കാണാൻ കോടതി ബെഞ്ച് സിംഗിൾ ബെഞ്ച് തയ്യാറാകുന്നു എന്നതാണ് ആര്യ. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ അസാധാരണമായ ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഒരു സിനിമ നേരിട്ട് കണ്ട് വിലയിരുത്തി അതിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്ന തരത്തിലേക്ക് പോലും ഈ വിവാദങ്ങൾ ചെന്നെത്തി അല്ലെങ്കിൽ ചെന്നെത്തിച്ചു എന്നതാണ് സാഹചര്യം.